സംസ്ഥാന കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ചത്തകുതിരയാണെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും പദവി ഒഴിയുന്നതിൽ നിലവിലെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ അതൃപ്തനാണ്. അദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം ദേശീയ നേതൃത്വത്തിനുണ്ട് എങ്കിലും ഒരു സമവായത്തിലേക്ക് എത്താൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പുനഃസംഘടന നീണ്ടുപോയി കഴിഞ്ഞാൽ 2026-ലും പ്രതിപക്ഷത്ത് തന്നെ തുടരാമെന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സാധ്യതകളും UDF-നും കോൺഗ്രസിനും അനുകൂലമായിട്ടും ചലിക്കാത്ത സംഘടനാ സംവിധാനം പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തിയാൽ അത് തരണം ചെയ്യാനാവില്ല എന്നാണ് നേതാക്കളിൽ ചിലർ വ്യക്തമാക്കുന്നത്. നിലവിൽ സംഘടനയെ കൂടുതൽ ചലിപ്പിക്കാൻ പാർട്ടിയിൽ ഹൈ പവർ കമ്മിറ്റിക്ക് രൂപം നൽകാനും ദേശീയ തലത്തിൽ ആലോചനയുണ്ട്. പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ എന്നിവർക്ക് പുറമെ UDF കൺവീനർ, മുൻ KPCC അധ്യക്ഷന്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയ എണ്ണപ്പെട്ട നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തിയാകും ഹൈ പവർ കമ്മിറ്റി രൂപീകരിക്കാൻ ആലോചന നടക്കുന്നത്. എന്നാൽ ഇതിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ജംബോ സംവിധാനം ഉടച്ച് വാർത്തു കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് നീങ്ങാനാവുമെന്നും പാർട്ടിയുടെ പ്രധാന സമിതികളെ ഇത്തരത്തിൽ ആളെ കുത്തിനിറച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് തള്ളിവിടുന്നതിന് പിന്നിൽ കേന്ദ്രത്തിൽ നിർണായക പദവിയിലിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള നേതാവിന് പങ്കുണ്ടെന്നും പാർട്ടിയിലെ ചില നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. കെ സുധാകരനെ മാറ്റാൻ ഓരോ തവണയും ആലോചനകൾ നടക്കുമ്പോൾ അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും മുൻപ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകി നീക്കം പൊളിക്കുന്നതിന് പിന്നിൽ സംസ്ഥാനത്തെ നിർണായക പദവിയിലിരിക്കുന്ന ഒരു KPCC ജനറൽ സെക്രട്ടറി അടങ്ങുന്ന കോക്കസിന് പങ്കുണ്ടെന്ന പരാതി ഹൈക്കമാൻഡിലും എത്തിയിട്ടുണ്ട്. പലവട്ടം ദീപദാസ് മുൻഷി അടക്കമുള്ളവർ ഇത്തരം നീക്കങ്ങൾക്കെതിരെ താക്കീത് നൽകിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും തന്നെ വില കൽപ്പിക്കാൻ ഇവർ കൂട്ടാക്കിയിട്ടില്ല എന്നതാണ് കാണാൻ കഴിയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം KPCC സ്ഥാനത്ത് പോലും കെ സുധാകരൻ എത്തുന്നത് കുറവാണ്. അദ്ദേഹത്തിനൊപ്പമുള്ള ചിലരാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും KPCC ആസ്ഥാനം ഉപചാപക സംഘത്തിന്റെ പിടിയിലാണെന്നുമാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദീർഘനാളുകളായി പ്രവാസിയായിരുന്ന ഒരാൾ മടങ്ങിയെത്തി കെ സുധാകരനെ ഹൈജാക്ക് ചെയ്തുവെന്നും സംഘടനാ തലത്തിൽ ഒരു കഴിവും പ്രദർശിപ്പിക്കാത്ത ഇദ്ദേഹമാണ് പ്രശ്നങ്ങളുടെ മൂല കാരണമെന്നും വടക്കൻ ജില്ലകളിൽ നിന്നുമുള്ള പ്രമുഖരായ നേതാക്കൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ദേശീയ നേതൃത്വം സംഘടന അഴിച്ചുപണിക്ക് മുതിർന്നു കഴിഞ്ഞാലും കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നിലവിൽ ഭരണത്തിലുള്ള CPM പാർട്ടി സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദേശീയ തലം മുതലുള്ള കമ്മിറ്റികളെല്ലാം തന്നെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പുതിയ മുഖത്തോടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് മൂന്നാം ശക്തിയായി ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്ന BJPയും പാർട്ടിയിലെ പുനഃസംഘടനയ്ക്ക് വിധേയമായി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിൽ മാത്രം ഏതാനും ചില ആളുകളുടെ കോക്കസ് പുനഃസംഘടനയെ എതിർത്ത് തോൽപ്പിക്കാൻ നിലയുറപ്പിച്ചുവെന്നും ഇവർ പാർട്ടിയുടെ ശത്രുക്കളാണ് എന്നും വാദമുയർന്നു കഴിഞ്ഞു.